ക്ഷേത്രത്തെ കുറിച്ചൊന്ന് പറഞ്ഞു, ഒന്ന് രണ്ട് വാക്കൊന്ന് പറയാം. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം, ഇത് 4 കരക്കാരുടെ ക്ഷേത്രമാണ്. 4 കരയിലുള്ള ശക്തികുളങ്ങര, മീനം, കുരീപ്പുഴ, കന്നിമേൽ 4 കരക്കാർ ചേർന്നുള്ള ഭരണസമിതിയാണ് ഇവിടെ. ദേവസ്വം ബോർഡും ഉണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇന്നത്തെ അറിയാമല്ലോ, ഈ 10 ദിവസം ഉത്സവമാണ്. ഇന്ന് ഭഗവാൻ ഇവിടുന്ന് ആറാട്ട് ദിവസമായി ഇന്ന് ഇവിടുന്ന് ആറാടി നേരെ പള്ളിക്കീഴി പോയി അവിടെ ഭക്തജനങ്ങൾക്ക് അദ്ദേഹം ദർശനം നൽകിയതിന് ശേഷം രാമകുളങ്ങര മാതൃഭൂമിയിൽ നിന്ന് കിഴക്കോട്ട് പോയി മാമൂട്ടിക്കടവിൽ ചെന്നതിന് ശേഷം അവിടെ ആറാടി അവിടെ തിരിച്ച് വള്ളിക്കീഴി വന്ന് വള്ളിക്കീഴിൽ നിന്ന് നാളെ നേരം വെളുത്തൊരു 7 മണിയോടുകൂടി കൊടി ഇറങ്ങുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ കൂടി അവസാനം ഉത്സവം അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എത്ര ആനകൾ? ഏതാണ്ട് 40-ൽ പുറത്ത് ആനകൾ ഈ വർഷം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വനംവകുപ്പും അതുപോലെ തന്നെ അറിയാലോ എലഫൻറ്റ് സ്ക്വാഡിൻ്റെയൊക്കെ പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷം മാത്രമേ ആനകളെ കൂടിയും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറേയൊക്കെ ചെയ്യും. എന്നാലും വലിയ വലിയ ആനകൾ ഇതിനിടയ്ക്കുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പം ശിവരാജു മെനിങ്ങാന്നുണ്ടായിരുന്നു, ഇന്നലെ ചെന്താമരേഷൻ ഉണ്ടായിരുന്നു, ഇന്ന് ഇന്ദ്രസനാണ് ഗുരുവായൂർ തന്നെ എനിക്ക് 3, 4, 5 ആനകൾ ഇതിന് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ വലിയ ആനകളെല്ലാം ഇപ്പോൾ നമുക്കറിയാം, ചിറക്കൽ കാളിദാസ് ഉൾപ്പെടെ വലിയ വലിയ ആനകൾ ഈ പരിപാടി പങ്കെടുക്കുന്നുണ്ട്. ഇന്നിപ്പം വലിയ വ്യക്തിത്വങ്ങളെ പോലെ, വലിയ സൂപ്പർ സ്റ്റാറുകളെ പോലെ ആനകളാണ് ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളിൽ വലിയ തീവ്രമായി മാറുന്നത്. തീർച്ചയായിട്ടും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നതിൽ ഈ പറഞ്ഞ ഗജരാജാക്കന്മാർക്കും അതുപോലെ തന്നെ ഇത് കൊണ്ടുവരുന്ന ഫ്രണ്ട്സ്, അതുപോലെ സുഹൃത്തുക്കൾ, ഭക്തജനങ്ങൾ, ഇവരുടെയൊക്കെ എന്താ പറയുക സഹായവും അവരുടെയൊക്കെ കുറേ ദിവസത്തെ 1-2 ദിവസത്തെ പരിപാടികളല്ല ഇത്. ഒരു വർഷം കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അവർ ഇതിനു വേണ്ടി അമ്പലത്തിലെ ഭഗവാന് നേദ്യമായിട്ട് എന്താ പറയുന്നത് കാണിക്കയായി സമർപ്പിച്ച് അവർ ഉത്സവത്തെ വളരെ എന്താ പറയുക ഉത്സാഹത്തോടു കൂടിയാണ് ഈ പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഉത്സവം വളരെ സമാധാനവും വളരെ സ്നേഹത്തോടു കൂടിയാണ് ആളുകൾ കണ്ട് വണങ്ങുന്നത്. പിന്നെ ഈ 4 കരയിലെ ശക്തിമത്തായ 4 കരക്കാരുടെ നെടുംകുതിരകൾ, നമുക്കറിയാം നെടുംകുതിരകൾ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയ പണ്ട് കാലത്ത് നമുക്ക് മല്ലന്മാരാണ് വലിയ ശക്തന്മാരെ എടുത്തുകൊണ്ടിരുന്നെടുത്ത ഇന്ന് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും കുതിര എടുക്കുന്നതിന് വേണ്ടി ആളുകളുണ്ട്. കടവൂരിൽ നിന്നുണ്ട്, ദേവള്ളിയിൽ നിന്നുണ്ട്. അങ്ങനെ പ്രാദേശികമായിട്ട് ഇന്നിപ്പോൾ എടുക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്നത് തമിഴരാണ്. അവിടെ കന്നിമയിലും കുരിപ്പുഴ ഇരിക്കുന്ന പ്രാദേശികമായ ഭക്തജനങ്ങളാണ് എടുക്കുന്നത്. ഇപ്പോൾ വലിയ എടുപ്പ് പുറത്തു കൊടുക്കുകയും ചെറിയ എടുപ്പ് നാട്ടുകാരെല്ലാം കൂടെ വളരെ സഹായത്തോടും സ്നേഹത്തോടും നിന്ന് അവർ ഭഗവതിയെ വലം വയ്ക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് ഭഗവാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഈ കുതിരകളെല്ലാം വള്ളിക്കീഴ് ക്ഷേത്ര മൈതാനത്ത് വലം വയ്ക്കുകയും അത് കഴിഞ്ഞ് ഭഗവാൻ ആറാടി തിരിച്ചു വന്ന് വള്ളിക്കീഴ് കുരിപ്പുഴക്കാരുടെ കുതിര എതിരേറ്റ് കൊണ്ടുവന്ന് അവിടെ ആറാടിയതിന് ശേഷം ഇവിടെ വന്ന് കൊടിയിറങ്ങുന്നതോടുകൂടിയാണ് ഈ വർഷത്തെ ഉത്സവം പരിസമാപ്തിയിലേക്ക് പോകും. ഓക്കെ, വളരെ വെരി താങ്ക്സ്. വേണുഗോപാൽ തച്ചേരി. ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ അല്ല, ഏഷ്യാനെറ്റിലെ സീനിയർ റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ റേഡിയോ സാധനത്തിൽ. താങ്ക്സ്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ശക്തികുളങ്ങര അമ്പലത്തിനടുത്ത് വന്നപ്പോൾ നമ്മുടെ ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ദിലീപ്, എല്ലാവരും DK എന്ന് വിളിക്കും. ദിലീപ് ഏട്ടൻ കൗമുദി ചാനലിൻ്റെ സാൽട്ടൻ പേപ്പർ കുക്കർ ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് പ്ലസ്. അതായത് കൗമുദി ചാനൽ നല്ല ഞണ്ടും താറാവും കഴിക്കണമെങ്കിൽ താറാവിൻ്റെ തോല് കളയാതെ കരിച്ച് കഴിക്കണം. ട്രഡീഷണലായിട്ട് ചെയ്യണം. ഞണ്ടായിട്ട് തന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല കല്ലയുള്ള ഞണ്ടെന്ന് പറയും, കൊല്ലത്ത് അങ്ങനെ പറയും, ചിലർ പരിഞ്ഞിലെന്ന് പറയും. എനിവേ കൗമുദി ചാനൽ സാൾട്ട് ആൻഡ് പെപ്പർ 156. അപ്പോൾ നമ്മൾ ഈ ചേട്ടൻ ഞങ്ങളെ കണ്ടപ്പോൾ എൻ്റെ ഒരു കാരിക്കേച്ചർ, അപ്പോൾ അതൊന്ന് വരച്ച് തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കേ, കറക്റ്റ് അല്ലേ? വാ, സൈഡ് വ്യൂ ആണ്. ഞാൻ ഇവിടെ സൈഡ് നിന്നപ്പോൾ ചേട്ടൻ പെട്ടെന്ന് വരച്ചാണ് വിളിച്ച്. ഓക്കെ, താങ്ക്സ്. നമ്മളെ ചട്ടക്കാരനുണ്ട്, ഗുരുവായൂരം ദേവസ്വം ഇന്ദ്രസേന. എന്ത് പേരെന്താ? ഗുരുവായൂർ ഇന്ദ്രസേൻ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് കൃഷ്ണമൂർത്തി എന്നാണ്. ശിങ്കെന്ന് പറയും. ശിങ്കെന്ന് പറയാൻ എല്ലാവരും അറിയും. എവിടെ നാട്? പാലക്കാടാണ്. പ്രോപ്പർ ഗുരുവായൂർ. പിന്നെ കൊല്ലം കൊല്ലത്തല്ല, ഇത് ഞാൻ 3ാമത്തെ വർഷം. അപ്പം നമ്മളെ ഇന്ദ്രസേനനെ കുറിച്ച് എന്താണ് അവൻ്റെ ഇഷ്ടവും ഒക്കെ എങ്ങനെയാണ്? ആഹാര കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. രാവിലെ ഈത്തപ്പഴം, അവില്, പഴം. മെയിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം, അവിലൊക്കെ പഴം രാവിലത്തെ ഫുഡ്. ഉച്ചയ്ക്ക് വൈകിട്ട് പാൽച്ചോറ്, ചവനപ്രാശം, മറ്റേ പ്രോട്ടീൻ്റെ മരുന്നുകൾ, വിറ്റാമിൻ മരുന്നുകൾ, പിന്നെ പനമ്പട്ട, പുല്ല്, വാഴമുണ്ടി. അത് നമ്മുടെ ദേവസ്വം കൊടുക്കുന്നതാണ്. നല്ല ട്രീറ്റ്മെൻറ്റ് അവിടെ. ചേട്ടാ വളരെ ഓക്കെ, വളരെ സന്തോഷം. ചുരൂർ മഠം രാജശേഖരൻ എടുക്കുന്നുണ്ടെങ്കിലോ?
ശക്തി കുളങ്ങര രാജശേഖരൻ. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഇത് നമ്മളെ പിടിയാഞ്ഞ. ഇവിടെ പേരെന്താണ്? പേരെന്താ? വീണാട്ട് മറ്റം കല്യാണി. കേരളമാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കയറി ഇവിടെ പേരെന്താ? റോസ്ലി. നമ്മളെല്ലാം പെൺപൂരത്തിന് വന്നിട്ടുണ്ടല്ലേ? ഞാൻ ചെറുവള്ളി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.